നിങ്ങൾ അജണ്ടകൾ പ്രചരിപ്പിക്കുന്ന വിദഗ്ധരല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഒരു സമൂഹമാണെന്ന് കർദിനാൾമാരോട് ലിയോ പാപ്പ പറഞ്ഞു. അസാധാരണ കൺസിസ്റ്ററിയിൽ പങ്കെടുക്കാനെത്തിയ കർദിനാളുകളെ അഭിസംബോധന ചെയ്ത ലിയോ പാപ്പ, സഭാ നേതൃത്വത്തിന്റെ ദൗത്യം വ്യക്തിപരമായ സംഘപരമായോ അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുന്നതല്ല എന്നും, മറിച്ച് ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആത്മീയ വിവേചനത്തിലൂടെ മുന്നോട്ടു പോകുന്നതാണെന്ന് വ്യക്തമാക്കി. ജനുവരി 8 രാവിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കർദിനാൾമാരോടൊപ്പം ദിവ്യബലി അർപ്പിച്ച പാപ്പ, സഭയുടെ നേതാക്കൾ അജണ്ടകൾ പ്രചരിപ്പിക്കുന്ന വിദഗ്ധരായല്ല, വിശ്വാസത്തിന്റെ സമൂഹമായി ഒന്നിച്ച് നിൽക്കേണ്ടവരാണെന്നും പറഞ്ഞു. ഈ കൺസിസ്റ്ററി മനുഷ്യ ആശയങ്ങളാൽ നയിക്കപ്പെടുന്നതല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള വിവേചനത്തിലൂടെ മുന്നേറേണ്ട ഒരു പ്രക്രിയയാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അന്ന് രാവിലെ 7:30 അർപ്പിച്ച ദിവ്യബലിക്ക് ശേഷം പോൾ 6 ഹാളിലാണ് ഒരു ദിവസം നീണ്ടുനിന്ന ചർച്ചകൾ ആരംഭിച്ചത്. ദിവ്യബലിയിൽ അസാധാരണ കൺസിസ്റ്ററിയിൽ പങ്കെടുക്കാൻ 170 കർദിനാൾമാരെത്തിയിരുന്നു. അവരെ അഭിസംബോധന ചെയ്ത പാപ്പ, ഈ സംഗമത്തിന്റെ ലക്ഷ്യം വ്യക്തിപരമായോ സംഘപരമായോ അജണ്ടകൾ പ്രചരിപ്പിക്കുന്നതല്ല എന്നും, മറിച്ച് തങ്ങളെ അതീതമാക്കുന്ന കർത്താവിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്ന ഒരു വിവേചനത്തിലേക്ക് നമ്മുടെ പദ്ധതികളും പ്രചോദനങ്ങളും സമർപ്പിക്കുന്നതാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് പാപ്പ തൻ്റെ കർദിനാൾമാരോട് അവരുടെ പ്രതീക്ഷകളും ആശയങ്ങളും ബലിപീഠത്തിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ജനുവരി 7 ഉച്ചകഴിഞ്ഞ് ആരംഭിച്ച കൺസിസ്റ്ററിയിൽ കർദിനാളുകൾ ചർച്ചയ്ക്കായി 2 പ്രധാന വിഷയങ്ങളാണ് തിരഞ്ഞെടുത്തത്. ഒന്ന്, ഫ്രാൻസിസ് പാപ്പയുടെ ഇവഞ്ചലി ഗൗഡിയം എന്ന അപ്പോസ്തലിക പ്രബോധനത്തെ ആധാരമാക്കി സഭയുടെ മിഷണറി സ്വഭാവം എന്നതായിരുന്നു. രണ്ടാമത്തത്, പാപ്പയോടൊപ്പം ഫലപ്രദമായി സഹകരിക്കാൻ സഹായിക്കുന്ന മാർഗമായി സിനഡാലിറ്റി എന്നതാണ്. സമയപരിമിതികൾ മൂലം ആദ്യം നിർദ്ദേശിച്ച 4 വിഷയങ്ങളിൽ നിന്ന് 2 മാത്രം തിരഞ്ഞെടുക്കേണ്ടി വന്നതായി വത്തിക്കാൻ അറിയിച്ചു. ഇതോടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും ഉച്ചസ്ഥിതിയും എന്ന് പാപ്പ വിശേഷിപ്പിച്ച ആരാധനാക്രമവും റോമൻ കൂരിയയുടെ ഭരണ സംവിധാനത്തെയും ഈ കൺസിസ്റ്ററിയിലെ ചർച്ചകളിൽ നിന്ന് മാറ്റിവെക്കുകയായിരുന്നു. മറ്റു വിഷയങ്ങൾ ഉപേക്ഷിച്ചതല്ല, അവ നമ്മൾ ഇനിയും കൈകാര്യം ചെയ്യേണ്ട വളരെ പ്രധാനവും വ്യക്തവുമായ കാര്യങ്ങളാണെന്നും കൂടി പാപ്പ അവരെ അറിയിച്ചു. കർദിനാൾ സംഘം നിരവധി കഴിവുകളാലും ശ്രദ്ധേയമായ ദൈവദാനങ്ങളാലും സമ്പന്നമാണെങ്കിലും അതിൻ്റെ പ്രധാന വിളി വിദഗ്ധരുടെ ഒരു സംഘമായി മാറുക എന്നതല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഒരു സമൂഹമായി നിലകൊള്ളുക എന്നതാണെന്ന് പാപ്പ ഊന്നിപ്പറഞ്ഞു. ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ദൈവദാനങ്ങൾ കർത്താവിന്റെ ബലിപീഠത്തിൽ സമർപ്പിക്കുകയും അവ അവനാൽ തിരികെ നൽകപ്പെടുകയും ചെയ്യുമ്പോഴാണ് അവ ദൈവ പരിപാലനത്തിന് അനുസരിച്ച് ഏറ്റവും വലിയ ഫലം നൽകുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർദിനാൾമാർ സഭയ്ക്കായി അർപ്പിക്കുന്ന സേവനം ഓരോ നിലയിലും വളരെ ആഴമുള്ളതും വ്യക്തിപരമായതും ഓരോരുത്തർക്കും പ്രത്യേകവുമായതും എല്ലാവർക്കും വിലപ്പെട്ടതുമാണെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. പത്രോസിന്റെ പിൻഗാമിയോടൊപ്പം അവർ പങ്കുവയ്ക്കുന്ന ഉത്തരവാദിത്വം ഭാരമേറിയതും അതേസമയം വളരെ ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നതുമാണെന്നും പാപ്പ പറഞ്ഞു. കൺസിസ്റ്ററിയുടെ അർത്ഥം പ്രഭാത ദിവ്യബലിയിൽ വിശദീകരിച്ച പാപ്പ, ലാറ്റിൻ പദമായ കോൺസിസ്റ്റോറിയം, അതായത് സഭാ സമ്മേളനം, കൺസിസ്റ്റരെ എന്ന ക്രിയയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നും അതിൻ്റെ അർത്ഥം നിശ്ചലമായി നിൽക്കുക അല്ലെങ്കിൽ താൽക്കാലികമായി നിശ്ചലമാക്കുക എന്നതാണെന്നും പറഞ്ഞു. തിരക്കേറിയ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് ഇടവേള എടുത്ത് ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നതിൻ്റെ പ്രസക്തി അതിലൂടെ വ്യക്തമാക്കുന്നതായും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ദൈവജനങ്ങളുടെ നന്മയ്ക്കായി കർത്താവ് നമ്മിൽ നിന്ന് എന്താണ് ചോദിക്കുന്നതെന്ന് ഒരുമിച്ച് വിവേചിച്ചറിയാൻ നാം കുറച്ചു സമയത്തേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു, പ്രധാനപ്പെട്ട പ്രതിബദ്ധതകൾ പോലും റദ്ദാക്കിയിരിക്കുന്നു എന്ന് പാപ്പ അവരോട് പറഞ്ഞു. നാം ജീവിക്കുന്ന അത്യന്തം ആവേശഭരിതമായ സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് തന്നെ അത്യന്തം പ്രാധാന്യമുള്ളതും പ്രവാചക സ്വഭാവമുള്ളതാണെന്ന ഒരു അടയാളമാണെന്നും കൂടി പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കുറിച്ച് പ്രാർത്ഥിക്കാനും കേൾക്കാനും ആലോചിക്കാനുമായി ബാക്കിയെല്ലാം മാറ്റി നിർത്തുന്നതിൻ്റെ പ്രധാനമാണ് ഇതിലൂടെ ഓർമ്മിക്കപ്പെടുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ വ്യക്തതയോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നും പാപ്പ കർദിനാൾമാരോട് പറഞ്ഞു. പ്രാർത്ഥനയിലും നിശബ്ദതയിലും പരസ്പരം മുഖാമുഖം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെയും അവർ പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെടാൻ തങ്ങളെ അനുവദിക്കുന്നുവെന്നും പാപ്പ വിശദീകരിച്ചു. സമകാലീന ലോകത്തിന്റെ അടിയന്തര വെല്ലുവിളികൾ മുന്നിൽ നിൽക്കുമ്പോൾ കർദിനാൾമാർക്ക് അപ്രാപ്യതയുടെ ഒരു ബോധം അനുഭവപ്പെടാമെന്നും പാപ്പ പറഞ്ഞു.
സംതൃപ്തിയും വിശപ്പും, സമൃദ്ധിയും വേദനയും, ജീവൻ നിലനിർത്താനുള്ള പോരാട്ടവും ആഴത്തിലുള്ള അസ്തിത്വ ശൂന്യതയും ഒരുമിച്ച് വ്യക്തികളെയും സമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും വിഭജിക്കുകയും മുറിവേൽക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തെയാണ് കർദിനാൾമാർ നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ പോലും പാപ്പയോടൊപ്പം കർദിനാൾമാർക്ക് തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരങ്ങൾ കണ്ടെത്താൻ എല്ലായ്പ്പോഴും കഴിയാതിരുന്നാലും എല്ലായിടത്തും എല്ലാ സാഹചര്യങ്ങളിലും പരസ്പരം സഹായിക്കാൻ കഴിയുമെന്ന് പാപ്പ ലിയോ പറഞ്ഞു. പ്രത്യേകിച്ച് പാപ്പായെ സഹായിക്കുവാൻ അവർക്ക് കഴിയുമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. ദൈവത്തിന്റെ മക്കൾ സഹായത്തിനായി അപേക്ഷിക്കുന്നിടത്തൊക്കെ ഒരിക്കലും കുറവ് വരുത്താത്ത, ലഭ്യമാക്കുന്ന 5 അപ്പവും 2 മീനും കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്ന ദൈവപരിപാലനത്തെയും പാപ്പ ഓർമ്മപ്പെടുത്തി.